കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് വന്ന് ദൈവവചനം പഠിക്കുവാൻ കർത്താവ് നൽകി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ തുടർമാനമായ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് 12-ാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ പകുതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 21 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ പഠിക്കുവാനായിട്ടിടയായിട്ടുണ്ട്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം മത്തായി എഴുതിയത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതായിരിക്കുന്ന ഒരു മനോഹരമായ ഒരു പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം. ഈ സുവിശേഷത്തിൽ മത്തായി യേശു ക്രിസ്തുവിനെ രാജാവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. രാജാവായ ക്രിസ്തുവിനെ ആദ്യത്തെ 4 അധ്യായങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത യേശുവിനെ കുറിച്ച് പിന്നീട് നമ്മൾ വായിക്കുന്നത് അവന്റെ ആധികാരികമായിരിക്കുന്ന രാജാവ് എന്ന നിലയിൽ അവന്റെ ആധികാരികതയെ കുറിച്ചാണ്. അതോറിറ്റി ഓഫ് ദ കിങ്. അതാണ് 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ടിടയായത്. 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, അല്ലെങ്കിൽ 8, 9, 10 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത് യേശു ക്രിസ്തുവിന്റെ രാജാവ് എന്ന നിലയിൽ, അധികാരമുള്ളവൻ എന്ന നിലയിൽ ചില ഉദാഹരണങ്ങൾ വെളിപ്പെടുത്തുകയാണ്. യേശു ചെയ്തതായിരിക്കുന്ന അത്ഭുതങ്ങൾ, യേശു ചെയ്തതായിരിക്കുന്ന ചില സൗഖ്യങ്ങൾ, യേശു ഭൂതങ്ങളെ പുറത്താക്കിയത്, കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു തന്നെയാണ് മശിഹ എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടും യഹൂദന്മാർ യേശുവിനെ എതിർക്കുന്നു എന്നുള്ളതാണ് 11, 12, 13 അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത്. ഇത്രയേറെ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, തെളിവുകളിലൂടെ യേശുവാണ് മശിഹ എന്ന് ഈ യഹൂദന്മാരുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ട് അവരെന്ത് ചെയ്തു? യേശുവിനെ, രാജാവിനെ നിരസിക്കുന്നു. അതാണ് 11, 12, 13 അധ്യായങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ മുമ്പിലും ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ, എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. എന്നിട്ടും നാം കർത്താവിനെ നിരാകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഈ പഠനത്തിലൂടെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് ചില ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്. രാജാവായ യേശുവിനെ യഹൂദന്മാർ തള്ളിക്കളയുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ അവർ യേശുവിനോട് കാണിക്കുന്ന എതിർപ്പിന്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ വേദഭാഗത്ത് പഠിക്കുന്നത്. ഒന്നാമത്തെ ഉദാഹരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോൺഫ്ലിക്റ്റ് ഓവർ സബത്ത്. യേശുവും തന്റെ ശിഷ്യന്മാരും ശബത്തിനെ ലംഘിക്കുന്നു എന്നുള്ളതാണ് 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെ എതിർക്കുവാനായിട്ട് ഈ യഹൂദന്മാര് ഉപയോഗിച്ച ഒരു കാര്യമെന്ന് പറയുന്നു. യേശു ശബത്തിൽ രോഗികളെ സൗഖ്യമാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, അല്ലേ? ശബത്തിൽ അവരെ എന്ത് ചെയ്തു? യേശുവിന്റെ ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നു. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശു അതിന് മറുപടി പറഞ്ഞു. എന്നിട്ട് കർത്താവ് ശബത്തിൽ വരണ്ട കൈയുള്ള ഒരുവരെ സൗഖ്യമാക്കിയതിന്റെ ഒരു ഉദാഹരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഉദാഹരണങ്ങളിലൂടെയൊക്കെ എന്താണ് മത്തായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്? യഹൂദന്മാർ യേശുവിനെ എതിർക്കുകയാണ്. അതിന് ഉപയോഗിച്ച ഒരു കാര്യമാണ് ശബത്തിനെ കുറിച്ചുള്ളതായിരിക്കുന്ന തർക്കമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 37 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലാണ് രണ്ടാമത്തെ തർക്കം. യഹൂദന്മാർ യേശുവിനെ എതിർക്കുന്നു എന്നുള്ളതിന്റെ രണ്ടാമത്തെ ഒരു ഉദാഹരണം മത്തായിയോട് വരച്ചു കാണിക്കുക. നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം.
22 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി. പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. യേശുവിന്റെ അധികാരത്തിന്റെ പുറകിലുള്ള ശക്തി എന്താണ്? അതാണ് ഇവിടത്തെ തർക്കം. നമ്മളോട് വായിച്ചത് യേശു ഒരു മനുഷ്യനെ സൗഖ്യമാക്കുകയാണ്. ആരെയാണ്? 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശുവിന്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ നമ്മൾ വായിക്കുന്നത് അവനെ സൗഖ്യമാക്കുകയാണ്. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം. അപ്പോൾ അവൻ ഒരേ സമയം കുരുടനാണ്, അതേസമയം ഊമനുമാണ്. ഈ 2 മേഖലകളിലും കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ 23-ാം വാക്യത്തിൽ പറയുന്ന പുരുഷാരമൊക്കെയും വിസ്മയിച്ചു. ഇവൻ ദാവീദ് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ചെയ്തതായിരിക്കുന്ന ഈ അത്ഭുതം കണ്ട പുരുഷാരത്തിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉടലെടുക്കുകയാണ്. ഇവൻ ആര് തന്നെയാണ്? ദാവീദ് പുത്രൻ തന്നെയാണ്. ഇവൻ തന്നെയാണ് മശിഹ. ഇവനെ തന്നെയാണ് നമ്മൾ കാത്തിരുന്നത്. അങ്ങനെ ഒരു ബോധ്യം ഈ പുരുഷാരത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായപ്പോൾ 24-ാമത്തെ വാക്യത്തിൽ പരീശന്മാര്, ആ ജനത്തിൽ കുറച്ചു പേർക്ക് ഒരു വിശ്വാസം വരികയാണല്ലോ, ഉടനെ ആ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന ചില വാക്കുകളാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്താ അവിടെ കാണുന്നത്? അത് കേട്ടിട്ട് പരീശന്മാർ, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു. യേശുവിന്റെ ശക്തി എവിടെ നിന്നാണ്? ഭൂതങ്ങളുടെ തലവനായിരിക്കുന്ന ബെയൽസെബൂലിൽ നിന്നാണ്. അങ്ങനെ ഒരു പഠിപ്പിക്കൽ, അല്ലെങ്കിൽ യേശുവിനെ എതിർക്കാനായിട്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഇത്. ദൈവത്തിന്റെ ശക്തി കൊണ്ടല്ല ഇവൻ ഈ അത്ഭുതമൊക്കെ ചെയ്യുന്നത്, പിന്നെ ആരുടെ ശക്തി കൊണ്ടാണ്? ബെയൽസെബൂൽ അഥവാ ഭൂതങ്ങളുടെ തലവൻ എന്ന് യഹൂദന്മാരുടെ ഒരു പ്രയോഗമാണ്. ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂൽ. യേശു അത് അവരുടെ പാരമ്പര്യമായിട്ടുള്ളൊരു ചിന്താഗതിയാണ്. സാത്താനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പേര് എന്നേ ഉള്ളൂ. ബെയൽസെബൂൽ എന്ന് പറഞ്ഞാൽ യഹൂദന്മാര് ചിന്തിക്കുന്നത് സാത്താന്റെ മറ്റൊരു പേര്, അല്ലെങ്കിൽ ഭൂതങ്ങളുടെ തലവൻ എന്ന നിലയിൽ അവർ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു എതിർപ്പിനോട് കർത്താവിന്റെ പ്രതികരണം എന്താണ്? അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. യേശു ചെയ്ത അത്ഭുതങ്ങളെ വളരെ ഡയറക്റ്റ് ആയിട്ട് അവർ തള്ളിക്കളയുകയാണ്. കാരണം ഇത് ദൈവത്തിന്റെ ശക്തിയല്ല, ഇത് ഭൂതത്തിന്റെ ശക്തി കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും യേശുവിനെ വിശ്വസിക്കുമോ? അപ്പോൾ യഹൂദന്മാർ യേശുവിനെ എതിർക്കുന്നതിന്റെ 2ാമത്തെ ഉദാഹരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഭൂതങ്ങളുടെ തലവനായിരിക്കുന്ന ബെയൽസെബൂലിനെ കൊണ്ടാണ് യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നത്. എന്താണ് യേശു അതിന് കൊടുത്ത മറുപടി? യേശു കൊടുത്തതായ മറുപടിയിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് 25 മുതലുള്ളതായ വാക്യങ്ങളിൽ യേശു പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട്. ഇത് ആരോടായി ഉമ്മാരി കളിക്കുന്നതെന്നുള്ളതാണ് എന്നെ അവിടെ ചിന്തിപ്പിച്ചൊരു കാര്യം. ഇവർ ചിന്തിക്കുന്നത് അറിയുന്നവനായ യേശുവിനെ കുറിച്ചാണ് ഇവർ ഈ പറയുന്നത്. യേശു എന്താ പറഞ്ഞത്? യേശു അവരോട് പറയുകയാണ്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിക്കുന്നു എങ്കിൽ ശൂന്യമാകും. ഒരു പട്ടണമോ ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ നിലനിൽക്കയില്ല. സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ഛിദ്രിച്ചു പോയല്ലോ, പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? യേശു ഇതിന് കൊടുക്കുന്ന മറുപടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കൊടുക്കുന്നത്. ആദ്യം യേശു അതിന് കൊടുത്ത മറുപടി അവരുടെ യുക്തിയില്ലായ്മയെ കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ അതിനൊരു ലോജിക്കൽ പ്രശ്നമുണ്ട്. യുക്തിഭദ്രമല്ല നിങ്ങളുടെ ഈ വ്യാഖ്യാനം. എന്താ കാരണം? യേശു അതിന് പറയുകയാണ്, ഒരു രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചാൽ
ആ രാജ്യത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? നിലനിൽക്കാനായിട്ട് കഴിയില്ല. ഒരു രാജ്യത്ത് അകത്ത് തന്നെ ഭയങ്കര യുദ്ധമാണെന്ന് കരുതുക. നമുക്കറിയാമല്ലോ, നമ്മുടെ അടുത്ത രാജ്യമാണ് ശ്രീലങ്ക. ശ്രീലങ്ക അനേകം വർഷങ്ങൾ ആഭ്യന്തര യുദ്ധത്തിലൂടെ കടന്നുപോയി, ഇല്ലേ? തമിഴ് പുലികളുടെ വലിയ പോരാട്ടമൊക്കെ നടന്നു. എന്താണ് ഇതിന്റെ ഫലമായിട്ട് സംഭവിച്ചത്? ആ രാജ്യത്ത് വലിയ തകർച്ചയിലേക്ക് പോയി. ആ രാജ്യം വളരെ സാമ്പത്തികമായി പരാധീനതയിലേക്ക് പോയി. അവിടുത്തെ നീതിയും ന്യായവും എല്ലാം നഷ്ടപ്പെട്ടു. നമുക്കിപ്പോ അറിയാം, ശ്രീലങ്ക എന്ന് പറയുന്നത് വളരെ ദരിദ്രമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയാൽ അത് ശരിയാകുമോ? ഇല്ല. കാരണം എന്താ? പിശാചിന്റെ സാമ്രാജ്യത്തെ പിശാച് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെയാണത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യത്തിന് ലോജിക്കില്ല. ഈ പറഞ്ഞത് യുക്തിഭദ്രമായിരിക്കുന്ന ഒരു ആരോപണമല്ല. ഒരു പട്ടണമോ ഒരു ഗൃഹമോ തന്നിൽ തന്നെ ഛിദ്രിച്ചു എങ്കിൽ, ഒരു രാജ്യം, ഒരു പട്ടണം, ഒരു ഗൃഹം, 3 ഉദാഹരണം അവിടെ കൊണ്ടുവരിക. ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര കലഹം ഉണ്ടായാൽ ആ രാജ്യം തകരും. ഒരു പട്ടണത്തിനകത്ത് കലാപമുണ്ടായാൽ ആ പട്ടണം തകരും. ഒരു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ കുടുംബം തകരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിശാചിന്റെ രാജ്യം നിലനിൽക്കുക? ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പിശാച് സമ്മതിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഈ വ്യാഖ്യാനത്തിന് കഴമ്പില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യാഖ്യാനം സുബോധമുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നാണ് കർത്താവ് ആദ്യം പറഞ്ഞത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ യുക്തിയില്ലാത്ത വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നാൽ അത് ഏറ്റെടുത്തേക്കരുത്, വിശ്വാസത്താൽ ഏറ്റെടുത്തേക്കരുത്. കാരണം നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വിശ്വസിച്ചാൽ മതി, കണ്ണടച്ച് വിശ്വസിക്കുക എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. നോ, ബൈബിളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യവും യുക്തിക്കെതിരല്ല. യുക്തിക്ക് മനസ്സിലായില്ലെന്ന് വന്നേക്കാം, പക്ഷെ യുക്തിക്ക് ഒരിക്കലും എതിരായി തീരുകയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്കതിനെ മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ അത് ഒരിക്കലും നമ്മുടെ യുക്തിയെ എതിരായിട്ടല്ല ബൈബിൾ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം യേശു പറഞ്ഞത്, നിങ്ങളുടെ ഈ പ്രതികരണം അത് യുക്തിഭദ്രമല്ല. രണ്ടാമത് നോക്കിയാട്ടെ, 27-ാമത്തെ വാക്യത്തിലും 28-ാം വാക്യത്തിലും യേശു പറയുകയാണ്, ഞാൻ ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാരാകും. ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം. ഇവിടെ കർത്താവ് പറയുന്ന രണ്ടാമത്തെ മറുപടി എന്താണ്? നിങ്ങളുടെ ഈ വ്യാഖ്യാനത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് പക്ഷപാതം പിടിച്ചുള്ളൊരു വ്യാഖ്യാനമാണ്. എന്താ ഈ പക്ഷപാതം പിടിച്ചുള്ള വ്യാഖ്യാനം? പക്ഷപാതം പിടിച്ചുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ടല്ലോ. യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഇടയിൽ ഈ ഭൂതങ്ങളെ പുറത്താക്കാനായിട്ട് റബ്ബിമാരൊക്കെ പരിശ്രമിക്കുമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് പറയുന്നത്. നിങ്ങളുടെ മക്കൾ അങ്ങനെ ആണെങ്കിൽ എങ്ങനെയാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്? അതും എന്താ ബെയൽസെബൂലിനെ കൊണ്ടാണോ? ആണെന്ന് പറയാൻ പറ്റുമോ അവർക്ക്? ആണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഇനി അല്ലെന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ അത് ദൈവത്തിന്റെ. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മക്കളെ പുറത്താക്കുമ്പോൾ അത് ദൈവത്തിന്റെ ശക്തി കൊണ്ടും, ഞാൻ പുറത്താക്കുമ്പോ എങ്ങനെയാണ് അത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടുപോകുന്നത്? ഇതാണ് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, നിങ്ങൾ പക്ഷം പിടിച്ചാണ് സംസാരിക്കുന്നത്, നിങ്ങൾ മുൻവിധിയോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ പുറത്താക്കുമ്പോൾ അത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് നിങ്ങൾ മുൻവിധിയോടെ കാണുകയും, നിങ്ങളുടെ മക്കൾ പുറത്താക്കുമ്പോൾ അത് ദൈവത്തിന്റെ ആത്മാവിനാലാണെന്ന് നിങ്ങൾ മുൻവിധിയോടെ നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ആരോപണം ശരിയായ ഒരു കാര്യമല്ല. 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ. ഇനി അങ്ങനെ ആണെന്ന് വിചാരിച്ചേ, നിങ്ങളല്ലെന്നാണല്ലോ പറയുന്നത്, ആണെന്ന് വിചാരിച്ചേ അതെന്താണെന്നറിയാമോ? ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. സ്പഷ്ടം.
ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണെങ്കിലല്ല, പക്ഷെ ദൈവാത്മാവിനാലാണ് യേശു എന്ത് ചെയ്യുന്നത്? ഭൂതങ്ങളെ പുറത്താക്കുന്നതെങ്കിൽ അത് ദൈവരാജ്യം വന്നെത്തി താൻ മശിഹയാണ് എന്നുള്ളതിന്റെ ഏറ്റവും സ്പഷ്ടമായിരിക്കുന്ന ഒരടയാളമാണ്. പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒരു അത്ഭുതം കണ്ടിട്ടുണ്ടോ? ഒരിടത്തുമില്ല. ഈ രോഗികളെ സൗഖ്യമാക്കിയതുണ്ട്, മുടന്തർ നടന്നതുണ്ട്, ചെകിടർ കേട്ടതുണ്ട്, ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. പക്ഷെ ഭൂതങ്ങളെ പുറത്താക്കിയ ഒരു അത്ഭുതം യേശുവാണ് തുടങ്ങി വെച്ചത്. ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്കേവ എന്ന് പേരുള്ള മഹാപുരോഹിതനായ ഒരു യഹൂദന്റെ 7 പുത്രന്മാർ ഭൂതങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ യേശു ഇവിടെ പറയുമ്പോ അവരുടെ ഇടയിൽ അങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പക്ഷെ അവരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ യഹൂദന്മാർ, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ, വളരെ സ്പഷ്ടമാണ്. മന്ത്രവാദികളായ യഹൂദന്മാർ എന്ത് ചെയ്യാണ്? ഭൂതങ്ങളെ പുറത്താക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ യേശു അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പുറത്താക്കുമ്പോൾ അത് ഭൂതങ്ങളുടെ തലവനും നിങ്ങളുടെ മക്കൾ പുറത്താക്കുമ്പോൾ അതെങ്ങനെയാണ്? ദൈവാത്മാവിനാലും ആകുന്നു. ഇതൊരു തെറ്റായ പ്രയോഗമാണ്. മൂന്നാമത് യേശു അവിടെ പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? മൂന്നാമത് യേശു പറയുകയാണ്, നിങ്ങളുടെ മത്സരമാണ്. The argument is out of rebellious mind. 29-ഉം 30-ഉം വാക്യങ്ങളിൽ, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. യേശു അവരുടെ മത്സരത്തെ ഓർമ്മിപ്പിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 29-ഉം 30-ഉം വാക്യങ്ങളിൽ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞാൽ, പിശാചിന്റെ അല്ലെങ്കിൽ ഭൂതത്തെ പുറത്താക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ വീട്ടിൽ കയറണം, പിന്നെ അവനെ പിടിച്ചു കെട്ടണം, എന്നിട്ട് ഭൂതത്തിന്റെ ആത്മാവിനെ അവനിൽ നിന്ന് പുറത്താക്കാൻ കഴിയും. എന്നാൽ യേശു 30-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞെന്നറിയാവോ? എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകും, എന്നോട് കൂടെ ചേർക്കാത്തവൻ എന്ത് ചെയ്യുന്നു? ചിതറിക്കുന്നു. കർത്താവ് പറയാൻ ശ്രമിച്ചൊരു കാര്യം ഇതാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് അനുകൂലമല്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നെ നിരസിക്കുന്നു, നിങ്ങൾ മശിഹായെ തള്ളിക്കളയുന്നു. അതാണ് യേശു ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ന്യൂട്രലായിട്ട് നിൽക്കാം. വലിയ ആത്മീയനുമല്ല, എന്നാൽ വലിയ ലൗകികനും അല്ലാണ്ട് ഇങ്ങനെ ന്യൂട്രലായിട്ട് പോകാം. യഹൂദന്മാരുടെ ആ ചിന്താഗതിയെ കർത്താവ് പൊളിച്ചു കളയുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനിക്ക് അനുകൂലമായിട്ട് നിൽക്കാം, അല്ലെങ്കിൽ എന്നോട് കൂടെ ആളുകളെ ചേർക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾ എന്താണ്? എന്നോട് മത്സരിക്കുന്നവരാണ്. ഞാൻ ഉപദ്രവിക്കാൻ വരുന്നില്ലെന്നായിരിക്കും ചിലരുടെ വിചാരം. പക്ഷെ യേശു പറയുകയാണ്, നിങ്ങൾ ഉപദ്രവിക്കുകയാണ്. എന്നോട് കൂടെ ജനത്തെ ചേർക്കാത്തവൻ എന്ത് ചെയ്യുന്നേ ഉള്ളൂ? ജനത്തെ ചിതറിക്കുകയാണ്. നിങ്ങളിപ്പോൾ എന്നിൽ വിശ്വസിക്കാൻ തയ്യാറായ ചില യഹൂദന്മാരോട് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? അവൻ ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ആളെ ചേർക്കാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ചിതറിക്കുകയാണ്. യേശുവിന്റെ മറുപടി വളരെ കൃത്യമായി, അവരെന്ത് ആരോപണമാണോ പറഞ്ഞത് അതിനനുസരിച്ച് കർത്താവ് മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ഒരിക്കലും ഇങ്ങനെ ന്യൂട്രലായിട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. നാം അവന് അനുകൂലമായി തന്നെ നിന്നേ പറ്റുള്ളൂ. അവന്റെ നാമത്തെ കുറിച്ച് ലജ്ജിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ സാധ്യമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നതാണ്.
നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളെ കാളക്കുട്ടിയെ ഉണ്ടാക്കി, അതിനെ ആരാധിച്ചു. മോശ 10 കൽപ്പനകളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവര് വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. അവര് സകല മ്ലേച്ഛതയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മോശ കൽപ്പനകൾ എറിഞ്ഞുളച്ചിട്ട് ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്: യഹോവയുടെ പക്ഷത്തുള്ളവർ ഇവിടെ എന്റെ അടുക്കൽ വരട്ടെ. ചേരിചേരാ നയം അവിടെ എടുക്കാൻ പറ്റില്ല, അല്ലേ? സോഷ്യൽ സ്റ്റഡീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ പലപ്പോഴും ചേരിചേരാ നയം എടുത്തിട്ടുണ്ട്. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ 2 പക്ഷത്തുമല്ല. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ അത് സാധ്യമല്ല. കർത്താവിന്റെ പക്ഷത്ത് നിന്നേ പറ്റൂ. ദൈവമക്കളാണെങ്കിൽ ന്യൂട്രലായിട്ട് പോകാൻ ഒരിക്കലും സാധ്യമല്ല. ന്യൂട്രലായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവിനെതിരെ നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം ഈ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ടോ? കർത്താവിന്റെ പക്ഷത്തു നിന്ന് മാറി അവനെ എതിർക്കുന്ന പക്ഷത്തേക്ക് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനിടയായിത്തീരണം. 4-ാമതായി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഈ വ്യാഖ്യാനം അല്ലെങ്കിൽ ഈ ആരോപണം, ഈ വാദം, അതായത് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന വാദം ദൈവാത്മാവിന് എതിരാണ്. 31ഉം 32ഉം വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. 30ാമത്തെ വാക്യം ഒന്ന് ഓർമ്മയുണ്ടോ? 28ാമത്തെ വാക്യം, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ എന്നാ കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ യേശു ദൈവാത്മാവിനാലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് കർത്താവ് പറയാം. എന്നിട്ട് 31ഉം 32ഉം വാക്യങ്ങളിൽ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്കു പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ഇതെന്താ ഇവിടെ ഇപ്പൊ പറയാൻ കാരണം? ഇവിടെ പറയാൻ കാരണം യേശു പറയുകയാണ്, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? അല്ലല്ല, ഈ അത്ഭുതത്തിന്റെ പുറകിലുള്ള ശക്തി ദൈവാത്മാവിന്റെ അല്ല, ഇത് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിന്റെയാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആർക്കെതിരെയാ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനെതിരെയാണ് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അതവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ യഹൂദന്മാർക്ക് സംഭവിച്ചൊരു വലിയ പ്രശ്നം, ദൈവാത്മാവിനാലുള്ള അത്ഭുതങ്ങളെ അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. അവരതിനെ മനസ്സിലാക്കിയത്, അവരതിനെ ചിന്തിച്ചത്, ഭൂതങ്ങൾക്ക് ശക്തിയുണ്ട്, പിശാചിനും ശക്തിയുണ്ട്, ആ ശക്തി കൊണ്ടാണ് യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നതെന്നാണ്. അങ്ങനെ അവർ പറയുമ്പോൾ അത് ദൈവാത്മാവിനെതിരെയുള്ള ദൂഷണമാണ്, ദൈവാത്മാവിനോട് ചെയ്യുന്ന പാപമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ഇന്ന് ഈ വാക്യം നമുക്ക് എങ്ങനെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനം വായിക്കാൻ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ, ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, യേശു ക്രിസ്തു തന്നെ കർത്താവ് എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, നാം അത് നിരസിച്ചാൽ, അതിനെ തള്ളിക്കളഞ്ഞാൽ, അതിനെ ഉപേക്ഷിച്ചാൽ, പരിശുദ്ധാത്മാവ് പറയാണ്, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക. പക്ഷേ ഒരു വ്യക്തി അതിന് തയ്യാറാകാതെ വരുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുകയാണ്. അവിടെ പറയുകയാണ്, വരുവാനുള്ള ലോകത്തിൽ അത് ക്ഷമിക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മോട് രക്ഷിക്കപ്പെടേണ്ട ആവശ്യകത ഓർമ്മപ്പെടുത്തുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ, നാം അതിന് വഴങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കും?
എന്ത് സംഭവിക്കും? അതൊരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. ഇന്ന് ക്ഷമിക്കപ്പെടാത്ത ഏതെങ്കിലും പാപമുണ്ടോ? ഒരേ ഒരു പാപമേ ക്ഷമിക്കപ്പെടാത്തതായിട്ടുള്ളൂ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത പാപം. പരിശുദ്ധാത്മാവ് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റു പറയുവാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് വഴങ്ങാതെ, അതിന് കീഴ്പ്പെടാതെ മത്സരിച്ചാൽ ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. അവൻ നിത്യശിക്ഷാവിധിയിൽ അകപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശോധിക്കുവാനായിട്ടിടയായിത്തീരാം. അഞ്ചാമതായി യേശു അതിന് കൊടുത്ത മറുപടി, ഭൂതങ്ങളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ട് നീ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് അവര് പറഞ്ഞപ്പോ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം നല്ലതല്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. The argument reveals your heart. നോക്കിയാട്ടെ 33 മുതലുള്ള വാക്യങ്ങൾ. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത് എന്ന് വെപ്പിൻ, അല്ലായെങ്കിൽ വൃക്ഷം ചീത്ത, ഫലവും ചീത്ത എന്ന് വെപ്പിൻ. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നത്. യേശു ഇവിടെ പറയുന്നത് എന്താ? യേശു ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയമാണ് പ്രശ്നം. നിങ്ങളുടെ ഹൃദയത്തിൽ എന്താ നിറഞ്ഞിരിക്കുന്നത്? 34 വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ദുഷ്ടരായിരിക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ലത് സംസാരിക്കാൻ കഴിയുക? നമ്മുടെ ഉള്ളിൽ അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അസൂയയിൽ നിന്നായിരിക്കും. ഇല്ലേ? നമ്മുടെ ഉള്ളിൽ അസൂയയുണ്ട്, നമ്മൾ ആ അസൂയയിൽ നിന്നാണ് സംസാരിക്കുന്നത് മുഴുവൻ. പറഞ്ഞതെല്ലാം നല്ല കാര്യമായിരിക്കും, പക്ഷെ അതിന്റെ കാരണം എന്താ? അസൂയ. ഹൃദയം നിറയുന്നതിൽ നിന്നല്ലോ വായ് സംസാരിക്കുന്നു. ഇവിടെ യേശു ഒരു ഉദാഹരണം കൊണ്ടുവരും. ഒരു വൃക്ഷത്തെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? വൃക്ഷം നല്ലതാണെങ്കിൽ അതിന്റെ ഫലവും നല്ലതായിരിക്കും, വൃക്ഷം ചീത്തയാണെങ്കിൽ ഫലവും ചീത്തയായിരിക്കും. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ അറിയുന്നു. നമുക്കറിയാമല്ലോ, ചില ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇത് എന്ത് ചെടിയാണ്. കാരണം ഇതിന്റെ ഇലയൊന്നും കണ്ടാൽ പല ഇലകളും ഒരുപോലെയുള്ളതൊക്കെ ഉണ്ട്, പക്ഷെ ഫലം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എന്ത് ചെടിയാണ്, എന്ത് മരമാണ്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെ തിരിച്ചറിയാം? കൈയടിക്കുന്നതിന് കണ്ടാൽ, ഇല കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. ഹല്ലേലൂയ പറയുന്നത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല, ഇതൊക്കെ ഇലയാണ്. പ്രസംഗം കണ്ടാൽ അത് ഇലയാണ്, ബൈബിൾ ക്ലാസ് കണ്ടാൽ അത് ഇലയാണ്. പക്ഷേ ഫലം നോക്കിയാൽ അറിയാം. കാരണം എന്താ? അതാണ് ഒരു വ്യക്തിയുടെ ജീവിതം പുറപ്പെടുവിക്കുന്ന ഫലം. എന്താണ് അത്? നോക്കിയാൽ അറിയാം അത് ഏത് തരത്തിൽപ്പെട്ട വൃക്ഷമാണ്. 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. കർത്താവ് ഇത് പറഞ്ഞത് എന്ത് പശ്ചാത്തലത്തിലാണ്? ഇവർ പറഞ്ഞ വാക്കുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ ഈ വാക്കിന് നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാകും. ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ വാക്കുകളെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വർഗം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ എന്ന് പറയുമ്പോ നമ്മൾ പറയുന്ന പോലാണോ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്നത്? ആ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കിനെ കുറിച്ച് എവിടെ പറഞ്ഞു? ഏത് നിസാര വാക്കിന്? സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവമാക്കിയ അല്ലേ, ഭയങ്കര മാന്യന്മാരായിട്ട് പറയും. പക്ഷേ തോളത്ത് കൈയിട്ട് നടക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഏതു വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ വാക്ക് അത് നിങ്ങൾക്കെതിരെ വാളോങ്ങും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ. യഹൂദന്മാർ യേശുവിനെ എതിർക്കുന്നതിന്റെ രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന്,
ശബത്തിനോടുള്ള ബന്ധത്തിൽ, 2 യേശുവിന്റെ ശക്തിയോടുള്ള ബന്ധത്തിൽ. 3 നാം അവിടെ വായിക്കുന്നത് 38 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ, മൂന്നാമത്തെ ഉദാഹരണം 45 വരെയുള്ള വാക്യങ്ങളിലാണ് കേട്ടോ, ഞാനത് എഴുതിയതിൽ തെറ്റുണ്ട്. 12-ാം അധ്യായത്തിൽ 38 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലാണ് മൂന്നാമത്തെ എതിർപ്പ്. റിബല്യൻ അഗൈൻസ്റ്റ് ഹിസ് പേഴ്സൺ. അവൻ ആരാണ്? യേശു ആരാണ്? അതാണ് ചോദ്യം. നോക്കിയേ, 38 വാക്യത്തിൽ അവിടെ അവരൊരു യേശുവിനോടൊരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്തു കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. ഇവിടെ അവർ യേശുവിനോട് ഒരടയാളം ചോദിക്കുകയാണ്. ഇനി നീ തന്നെയാണ് മശിഹയെങ്കിൽ ഞങ്ങൾക്കൊരടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ, നീ മശിഹയാണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. യേശു ആരാണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. നീ മശിഹ തന്നെയാണോ? അല്ല എന്ന് പറയാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അവർ ചോദ്യം ചോദിക്കുകയാണ്, അടയാളം എന്താണ്? ഇത് അത്ഭുതങ്ങളാണല്ലോ, ഇതൊക്കെ അത്ഭുതങ്ങളാണ്. അടയാളം ആയിട്ട് അവർ ചോദിക്കുകയാണ്. അത്ഭുതം ചെയ്തതല്ല എങ്ങനാ? ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടല്ലേ. അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റില്ലെന്നാ ഈ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ പിന്നെ അടുത്ത ആർഗ്യുമെന്റ് ആണ്, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതം പോരാ, ഒരു അടയാളം വേണം. അടയാളവും അത്ഭുതവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളെയും ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം അടയാളം എന്ന പ്രയോഗിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്, യേശു അടയാളങ്ങൾ ചെയ്തു എന്നാണ്. അത് ഈ പറഞ്ഞ അത്ഭുതങ്ങളെ എല്ലാം അടയാളം എന്ന് അവിടെ വിളിച്ചിരിക്കുന്നു. പക്ഷെ ഇവർക്ക് വിശ്വസിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവർ വേറൊരു പേര് ചോദിക്കുകയാണ്, വല്ല അടയാളവും തരാമോ എന്നുള്ളത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഇത് യഹൂദന്മാരുടെ ഒരു രീതിയായിട്ടാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്താ രീതി? വിശ്വസിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് ഒരു അടയാളം ഒന്ന് ചോദിക്കും. ഈ അനേക ആൾക്കാരും അങ്ങനെ ബൈബിളിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യം വിശ്വസിക്കാൻ തയ്യാറല്ല, എന്നിട്ട് പ്രാർത്ഥിക്കും, ഇന്ന് രാത്രി കർത്താവ് എനിക്ക് പ്രത്യക്ഷപ്പെട്ടേച്ച് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ബൈബിളിൽ എഴുതിയത് വിശ്വസിക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് പറയുന്ന ഒഴിവാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയുള്ള ഒരാൾക്ക് ദൈവം വെളിപ്പെടുമെന്ന്? ഒരിക്കലും ഇല്ല, ഒരിക്കലും വെളിപ്പെടില്ല. കാര്യം എന്നാണെന്നറിയാമോ? വിശ്വസിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് ഈ അടയാളം ചോദിക്കുന്നത്. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. യേശു കൊടുത്തതായ മറുപടി, 2 മറുപടികളാണ് യേശു കൊടുത്തത്. ഒന്ന്, ആദ്യമായി യേശു കൊടുത്ത മറുപടി 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ 2 പഴയ നിയമ ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. ഏതൊക്കെയാണ് 2 പഴയ നിയമ ഉദാഹരണങ്ങൾ? ഒന്ന്, യോനായുടെ ഉദാഹരണം. 39 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. യോനാ കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനായിലും വലിയവൻ. ഇവിടെ എന്താ കർത്താവ് പറയാൻ ശ്രമിക്കുന്നു? അവരെ വിളിച്ചൊരു പേരുണ്ട്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ. ഈ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കളെ എപ്പോഴൊക്കെ ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ
മാറിപ്പോയോ, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയോ, അപ്പോഴെല്ലാം അവിടെ വിളിച്ചത് വ്യഭിചാരം എന്നാ വിളിച്ചത് അല്ലേ? നമുക്കറിയാം. ദുർനടപ്പ് എന്നാ വിളിച്ചത്. ആത്മീയമായിട്ടാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഈ തലമുറ എന്നുള്ളൊരു വാക്ക് കർത്താവ് ഉപയോഗിച്ചത് അല്ലേ? ഈ തലമുറ, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ അടയാളം തിരയുന്നു. ഇനി കർത്താവ് കൊടുക്കുന്ന അടയാളം എന്താ? യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. യേശു ഇവിടെ പറഞ്ഞത് കറക്റ്റ് ആണോ? യോന 3 രാവും 3 പകലും കടലാനയുടെ അല്ലെങ്കിൽ തിമിംഗലത്തിന്റെ ഉള്ളിലിരുന്നു, ഒരു മത്സ്യത്തിന്റെ ഉള്ളിലിരുന്നു. യേശു അല്ലെങ്കിൽ മനുഷ്യപുത്രൻ, ഇവിടെ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായല്ലോ അല്ലേ? യേശുവിന്റെ അടക്കപ്പെട്ട അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ച് 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കുമെന്നായി പറഞ്ഞത്. യേശു 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരുന്നോ? വ്യാഴാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടെങ്കിൽ, വ്യാഴാഴ്ച എപ്പോ ക്രൂശിക്കപ്പെട്ടു? ഉച്ച കഴിഞ്ഞ് അല്ലേ? 6 മണി നേരം. ഓക്കെ, അപ്പോ വ്യാഴാഴ്ച വൈകുന്നേരമായി. വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച പകൽ, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച പകൽ, ശനിയാഴ്ച രാത്രി. അപ്പോ ഒരു പകൽ കുറവാണല്ലോ. അപ്പോ വ്യാഴാഴ്ച അല്ലാന്ന് മനസ്സിലായി അല്ലേ? ഇനി ബുധനാഴ്ചയാണെങ്കിലോ എങ്ങനെ? യേശു ശനിയാഴ്ച വൈകിട്ട് ഉയർത്തെഴുന്നേറ്റാ പോരെ? യേശു ഞായറാഴ്ച ആ വ്യാഖ്യാനത്തിൽ കഥയുണ്ട്, ഞാൻ പറയാം. ബുധനാഴ്ചയാണ് യേശുവിനെ ക്രൂശിച്ചതെങ്കിലോ? ബുധനാഴ്ച വൈകിട്ട് ക്രൂശിച്ചു, ബുധനാഴ്ച രാത്രി, വ്യാഴാഴ്ച പകൽ, വ്യാഴാഴ്ച രാത്രി, വെള്ളിയാഴ്ച പകൽ, വെള്ളിയാഴ്ച രാത്രി, ശനിയാഴ്ച പകൽ. പകൽ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോ യേശു ഉയർത്തെഴുന്നേറ്റു. 3 രാത്രി 3 പകലും. സംഭവം വളരെ എളുപ്പമായി അല്ലേ? ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നൊരു വ്യാഖ്യാനം ഉണ്ട്. യേശുവിനെ ബുധനാഴ്ചയാണ് ക്രൂശിച്ചത് എന്ന് ഒരു വ്യാഖ്യാനം ഒത്തിരി ആളുകൾ അത് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചു പേരേ ഉള്ളൂ. ഈ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ അങ്ങനെ വിശ്വസിക്കുന്നത്. അവരുടെ പല വ്യാഖ്യാനങ്ങളിലും ഞാനത് കണ്ടിട്ടുണ്ട്. യേശുവിനെ ബുധനാഴ്ചയാണ് ക്രൂശിച്ചത് എന്നായി പറയുന്നു. എന്നാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എന്നാണെന്നറിയാവോ? യേശു 2 ശിഷ്യന്മാർ യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് പോകുമ്പോൾ യേശു പ്രത്യക്ഷപ്പെട്ടു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞായറാഴ്ചയാണ്. യേശു അവരുടെ കൂടെ ചേർന്ന് നടന്നു. അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. അവര് യേശുവിൻ ഉയർത്തെഴുന്നേറ്റ കാര്യമൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ്. അപ്പൊ യേശു ആ കൂടെ പോകുമ്പോ അവര് ചോദിക്കുന്നുണ്ട്, നീ മാത്രം എന്താ ഇത് അറിയാത്ത? ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ബുധനാഴ്ചയാണെങ്കിൽ 3-ാം നാളാവും? ഒരിക്കലും ആവാൻ പറ്റില്ല. ബുധനാഴ്ചയാണെങ്കിൽ വ്യാഴം 1, വെള്ളി, ശനി, ശനിയാഴ്ചയാണ് 3-ാം നാൾ. ഈ സംഭവം നടക്കുന്ന എപ്പോഴാ? ഞായറാഴ്ചയാണ്. അപ്പൊ 4-ാം നാളാകണം. അപ്പൊ ബുധനാഴ്ച ആവാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഒരു ചോദ്യം വരും, പക്ഷെ 3 രാവും 3 പകലും അവിടെ പോയി. അത് യഹൂദന്മാരുടെ കൾച്ചർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. യഹൂദന്മാര് 3 രാവും 3 പകലും എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറുള്ള 3 രാത്രിയും 12 മണിക്കൂറുള്ള 3 പകലും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി എന്ന് ഞാൻ പറയുമ്പോൾ ഈ രാത്രി മുഴുവനുമാണോ? ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് ഞാൻ പറയുകയാണെന്ന് കരുതുക. ഇന്ന് രാത്രിയിലെ ഈ ബൈബിൾ ക്ലാസ് ഈ രാത്രി മുഴുവനും ഉണ്ടോ? 12 മണിക്കൂറും ഉണ്ടോ?
ഇല്ല. രാത്രിയുണ്ട്, ബൈബിൾ ക്ലാസ് രാത്രിയാണ്, പക്ഷെ ഈ രാത്രി മുഴുവനും ഇല്ല. യേശു 3 രാവും 3 പകലും എന്ന് പറയുമ്പോൾ യഹൂദന്മാരുടെ രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഒരു പകലിന്റെ ഒരു അല്പസമയമേ ഉള്ളെങ്കിലും അതിനെ ഒരു പകലായിട്ട് കണക്കാക്കും. ഒരു രാത്രിയുടെ അല്പസമയമേ ഉള്ളെങ്കിലും അതൊരു രാത്രി മുഴുവനായിട്ട് കണക്കാക്കും. അതാണ് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ യേശുവിനെ ക്രൂശിച്ചു, അപ്പോൾ ഒരു പകൽ. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി ഒരു രാത്രി, ശനിയാഴ്ച പകൽ മുഴുവൻ, പിന്നെ ശനിയാഴ്ച രാത്രി. ഇപ്പൊ എത്രയായി? 2 പകലും 2 രാത്രി. യേശു എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റ്? തിരുവചനത്തിൽ പറയാണ്, കർത്തൃ ദിവസത്തിൽ, ഞായറാഴ്ച രാവിലെയാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. കർത്താവിന്റെ നാൾ എന്നൊക്കെ ബൈബിളിൽ വായിക്കുന്നതിന്റെ കാര്യം എന്താ? അവൻ ഞായറാഴ്ച രാവിലെ, അതായത് ആ രാത്രിയും പിന്നെ അടുത്ത പകലും, അതായത് ഞായറാഴ്ച വെളുപ്പിനല്ലേ എഴുന്നേറ്റത്, അപ്പൊ ഒരു പകലും കൂടെ കണക്കാക്കി. അങ്ങനെയാണ് ഒരു രാത്രിയും പകലും. അപ്പൊ 3 രാത്രിയും 3 പകലുമായിട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്കാണ് യേശു ഉയർത്തെഴുന്നേറ്റെന്ന് കരുതുക. അപ്പോ ഞായറാഴ്ച പകലിന്റെ ഒരു അംശത്തിലാണ് യേശു ഉയർത്ത്. നമുക്ക് കൃത്യം അറിഞ്ഞുകൂടാട്ടെ, ഇത് വെള്ളിയാഴ്ചയാണ് എന്ന ചിന്തയിൽ നിന്ന് ഉള്ള വ്യാഖ്യാനമാണ്. ഇനിയിപ്പോ യേശു ബുധനാഴ്ചയാണ് ക്രൂശിക്കപ്പെട്ടെങ്കിൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഞാൻ ഈ ലൂക്കോസ് 24-ാം അധ്യായത്തിലെ ഇത് 3-ാം നാളാകുന്നുവല്ലോ എന്ന വാക്യം ഉള്ളത് കൊണ്ടാണ് വെള്ളിയാഴ്ചയാണ് എന്ന് ചിന്തിക്കാൻ കാരണം ഞായറാഴ്ച രാവിലെ യേശുവിന് ഉയർത്തെഴുന്നേക്കാൻ പറ്റുള്ളൂ, കാരണം കർത്തൃ ദിവസത്തിൽ എന്നാണ്. അതിന് അവർ കൊടുക്കുന്നൊരു വ്യാഖ്യാനം എന്താണെന്നറിയാമോ? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച രാത്രി ആകുമ്പോഴേ ഞായറാഴ്ച തുടങ്ങി എന്നുള്ളതാണ്. കാരണം സന്ധ്യായുഷസുമായി ഒരു ദിവസമാണ്, അപ്പൊ സന്ധ്യക്കാണ് ഒരു ദിവസം തുടങ്ങുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ. എന്തായാലും പക്ഷെ ബുധനാഴ്ചയാകാനായിട്ട് പറ്റില്ല. വ്യാഴാഴ്ചയാണെന്നുള്ള വ്യാഖ്യാനങ്ങളൊന്നുമില്ല പൊതുവെ. ആണോ? ഓക്കെ, എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് വളരെ കാര്യമായൊരു പഠനം നടത്തിയതാണ്. അപ്പോ ബുധനാഴ്ചയാണെന്നുള്ള വ്യാഖ്യാനമാണ് പ്രോമിനന്റ്. വെള്ളിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച, ഇതാണ് പ്രോമിനന്റ് ടീച്ചിങ്. പക്ഷേ വെള്ളിയാഴ്ചക്കാണ് ഞാൻ പഠിച്ചപ്പോൾ അതിന് അവരുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ. വേറൊരു ഉദാഹരണം പറയാം. എസ്തേർ 3 ദിവസം ഉപവസിച്ചു. അതായത് എത്ര ദിവസമാണ്, എത്ര മണിക്കൂറാണ്? 72 മണിക്കൂർ ഉപവസിച്ചോ? 2 ദിവസം മുഴുവനായി ഉപവസിച്ചു. 3-ാം ദിവസം രാജസന്നിധിയിലേക്ക് ചെന്നു. എസ്തേറിന്റെ ഉപവാസം 3 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. 3 ദിവസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? രാജസന്നിധി ചെന്നു. പക്ഷേ അത് 3 ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പുറകിലുള്ള ആ കൾച്ചറൽ ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമയം പോയി, വേഗം പോവാം. ബുധനാഴ്ച ആയാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? വെള്ളിയാഴ്ച ആയാലോ? കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. അത് മതി. ദൈവത്തിന് സ്തോത്രം. ഞാനിത് പറയാൻ കാര്യം, നമ്മളിത് വേറൊരാൾ നമ്മളോട് വന്ന് പറയുമ്പോഴേ ആണോ എന്ന് നമ്മൾ അതിശയം വരണ്ടല്ലോ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അയ്യോ, ഇത് ഇന്ന് വരെ കേട്ടിട്ടില്ല, ഇനി ഇതാണോ ശരി അതാണോ ശരി എന്നൊരു കൺഫ്യൂഷൻ വേണ്ട. വാദവും പ്രതിവാദവും പറഞ്ഞതിന്റെ കാരണം അതാ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ യോന, ഇനി ഈ നിനവേക്കാരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? യോന ചെന്ന് പ്രസംഗിച്ചു, നിനവേക്കാര് മാനസാന്തരപ്പെട്ടു. നിനവേക്കാര് മാനസാന്തരപ്പെട്ടു. പക്ഷേ യോനയെക്കാളും വലിയവനായ യേശുവിനെ അവിടെ കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങള് യോനയിലും വലിയവൻ പ്രസംഗിച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടു. നിനവേക്കാര് മാനസാന്തരപ്പെട്ടത് യോന പ്രസംഗിച്ചപ്പോഴാണ്. പക്ഷെ യോനയേക്കാൾ വലിയവൻ ഇതാ ഇവിടെ, യോനയിലും വലിയവൻ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെടില്ല. അങ്ങനെയാണെങ്കിൽ നിനവേക്കാര് നിങ്ങളെ ന്യായം വിധിക്കും. അതിന്റെ അർത്ഥം ദൈവമല്ല നിനവേക്കാരാ ന്യായം വിധിക്കുന്നതെന്ന അർത്ഥത്തിലല്ല, അത് നിങ്ങളുടെ ന്യായവിധിക്ക് ഹേതുവാകുമെന്നാണ് എന്റെ പറഞ്ഞതിന്റെ കാര്യം. ജാതികളായ നിനവേക്കാര് പോലും മാനസാന്തരപ്പെട്ടു. ദൈവജനം എന്ന് പറയുന്ന നിങ്ങൾ യോനയിലും വലിയവൻ പ്രസംഗിച്ചിട്ട്, യോനയിലും വലിയവൻ അത്ഭുതങ്ങൾ ചെയ്തിട്ട്
നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല, നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സായില്ല. അതാണ് കർത്താവ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. രണ്ടാമത് യേശു കൊണ്ടുവരുന്ന ഉദാഹരണം ശേബ രാജ്ഞിയുടെ ഉദാഹരണമാണ്. തെക്കേ രാജ്ഞി അല്ലെ? 42-ാമത്തെ വാക്യം നോക്കി. 42-ാം വാക്യത്തിൽ യേശു മറ്റൊരു ഉദാഹരണം കൊണ്ടുവരികയാണ്. തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോടൊന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. രണ്ടാമത് ഇവിടെ യേശു പറയുന്ന ഒരു കാര്യം, ശേബ രാജ്ഞി ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി വന്നു. 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിലാണ്. നമ്മൾ പറയുമല്ലോ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. ഈ ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി ശേബ രാജ്ഞി തെക്കേ രാജ്യത്തു നിന്ന് വരികയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഭൂമിയുടെ അറുതികളിൽ നിന്ന്, ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്ന് പറഞ്ഞാൽ പരന്ന ഭൂമിയാണെന്നാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? അല്ല, ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് അല്ലെ? യഹൂദനെ സംബന്ധിച്ചോളം, അല്ലെ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചോളം, അവന്റെ അവിടെ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്താൽ ഈ ശേബ രാജ്ഞിയുടെ നാട് വരെയാണ് ചെല്ലുക. അത് കഴിഞ്ഞാൽ പിന്നെ സമുദ്രമാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഭൂമിയുടെ അറുതികളിൽ നിന്ന് ശേബ രാജ്ഞി എന്ത് ചെയ്തു? ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വേണ്ടി വന്നു. പക്ഷേ ശലോമോനിലും വലിയവനായ യേശുക്രിസ്തു പ്രസംഗിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല, ശേബ രാജ്ഞി നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടും, സാക്ഷ്യം പറയും. ലോജിക്ക് മനസ്സിലായോ? കൊച്ചു പിള്ളേർക്ക് പോലും അറിയാമല്ലോ എന്ന് നമ്മൾ പറയില്ലേ? എന്നിട്ട് നിനക്കറിഞ്ഞുകൂടെ? അതാ ലോജിക്ക്. എടാ, ജാതികളിലുള്ളവർ പോലും മാനസാന്തരപ്പെട്ടു, നിനവേക്കാർ മാനസാന്തരപ്പെട്ടു, ശേബ രാജ്ഞി ശലോമോന്റെ ജ്ഞാനം കേൾക്കാൻ വന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരപ്പെടുന്നില്ല. യോനായേക്കാൾ വലിയവൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല. യോനായേക്കാൾ ശലോമോനിലും വലിയവൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ മാനസാന്തരപ്പെട്ടവർ നിങ്ങൾക്കെതിരെ സാക്ഷ്യം പറയും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ കുറിച്ച് എത്ര ബാധകമാണെന്നറിയാമോ? വലിയ ക്രിസ്തീയ പാരമ്പര്യമൊക്കെ പറഞ്ഞ് ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നമ്മൾ പ്രശംസിക്കുന്ന ആളുകളാണ്. എന്നിട്ട് കർത്താവ് ചോദിക്കടാ, ഈ ചെറിയവരിൽ ഒരുത്തൻ, ഇന്നലെ വേദപുസ്തകം കിട്ടി ഒരുത്തൻ വിശ്വസിക്കുന്ന അത്രയും പോലും വിശ്വാസം നിനക്കില്ല, അത്രയും പോലും മാനസാന്തരം നിനക്കില്ല. അവരൊക്കെ നാളെ നിനക്കെതിരെ എന്ത് ചെയ്യും? സാക്ഷ്യം പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം കർത്താവ് പരിശോധിക്കുമ്പോൾ എങ്ങനെ വിലയിരുത്തപ്പെടും എന്നുള്ളത് പരിശോധിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഇവിടെ യോനായേക്കാൾ വലിയവൻ, ശലോമോനിലും വലിയവൻ. എങ്ങനെയാണ് യോനയിലും ശലോമോനിലും ഒക്കെ യേശു വലിയവനാകുന്നത്? ചുമ്മാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് 7 കാര്യം പറയാൻ ആഗ്രഹിക്കുക. ചുമ്മാ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. 41-ാം വാക്യത്തിൽ യോനയിലും വലിയവൻ, 42-ാം വാക്യത്തിൽ ശലോമോനിലും വലിയവൻ. എങ്ങനെയാണ് അവൻ വലിയവനായത്? 1, ഗ്രേറ്റർ ഇൻ ഹിസ് പേഴ്സൺ. യോനായും ശലോമോനും കേവലം മനുഷ്യരാണ്, പക്ഷെ യേശു ക്രിസ്തു ദൈവമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു യോനായിലും വലിയവൻ, യേശു ക്രിസ്തു ശലോമോനിലും വലിയവൻ. 2, ഗ്രേറ്റർ ഇൻ ഹിസ് ഒബീഡിയൻസ്. യോന അനുസരണക്കേട് കാണിച്ചവനാണ്, പക്ഷെ യേശു ക്രിസ്തു പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ തന്നെത്താൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തവനാണ്. ഗ്രേറ്റർ ഇൻ ഒബീഡിയൻസ്, അനുസരണത്തിൽ വലിയവനാണ്. 3, യേശു ഉയർത്തെഴുന്നേറ്റത് എങ്ങനെയാണ്? സ്വന്തം ശക്തിയാലാണ് ഉയർത്തെഴുന്നേറ്റത്. യോന കടലാനയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് സ്വന്തം ശക്തി കൊണ്ടാണ്? അല്ല. യോന ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തത് സ്വന്തം ശക്തിയാലാണോ? അല്ല, ദൈവത്തിന്റെ ശക്തിയാലാണ്. 3, അവൻ സ്വന്തം ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റവനാണ്. 4, യോനായുടെ ശുശ്രൂഷ ഒരു പട്ടണത്തിൽ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രദേശത്തായിരുന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ സകല മാനവരാശിക്കും വേണ്ടിയാണ്. യേശു ക്രൂശിൽ മരിച്ചത് സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. 5, യേശു ക്രിസ്തു സ്നേഹത്തിൽ ശുശ്രൂഷിച്ചു. യോന നശിക്കാൻ വേണ്ടി ശുശ്രൂഷിച്ചു.
അല്ലേ? യോന പോയി പ്രസംഗിച്ചത് അവര് മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ? അല്ല. നിങ്ങൾ നശിച്ചു പോകും പ്രാകുന്ന പോലെ പ്രസംഗിച്ചത്. പക്ഷെ യേശു പ്രസംഗിച്ചത് അങ്ങനല്ല. അവരേറ്റെടുത്തു. പക്ഷെ യോനായാലും വലിയവൻ, അവൻ പ്രസംഗിക്കുന്നത് സ്നേഹത്തോടെ പ്രസംഗിക്കുന്നു. പക്ഷെ ഏറ്റെടുക്കുന്നുണ്ടോ എന്നാ ചോദ്യം. 6 യോന ന്യായവിധി പ്രസംഗിച്ചു, യേശു ക്രിസ്തു കൃപയും രക്ഷയും പ്രസംഗിച്ചു. യോനായുടെ പ്രസംഗം എന്താ? നിങ്ങൾ നശിച്ചു പോകും, നിങ്ങളുടെ മേൽ ന്യായവിധി വരും. യേശു ക്രിസ്തു എന്ത് പ്രസംഗിച്ചു? വരിക, രക്ഷിക്കപ്പെടുക, കൃപയിലേക്ക് കടന്നു വരിക, മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, ഗ്രേസ് ആൻഡ് സാൽവേഷൻ. പക്ഷേ യോന പ്രസംഗിച്ചത് ന്യായവിധി പ്രസംഗിച്ചു. 7 ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ശലോമോനിൽ ജ്ഞാനിയായവൻ അവനാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ചോദ്യം എത്രയേ ഉള്ളൂ. ഈ വലിയവൻ പ്രസംഗിച്ചിട്ട്, യോനായിലും വലിയവൻ പ്രസംഗിച്ചിട്ട്, ശലോമോനിലും വലിയവൻ പ്രസംഗിച്ചിട്ട് മാനസാന്തരപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ യേശു കൊടുത്ത മറുപടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ മറുപടി എന്താണ്? പഴയ നിയമത്തിലെ 2 സാക്ഷികളെ കൊണ്ടുവന്ന് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം. രണ്ടാമത് യേശു കൊടുത്തത് നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയ ന്യായവിധി. ആർക്കാ? യഹൂദന്മാർക്ക്. 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അതാണ് വായിക്കുന്നത്. 43 മുതൽ 45 വരെ. അവിടെ നമുക്ക് വായിക്കുമ്പോൾ വേറെ എന്തോ ഒരു കാര്യം പറയുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ ആ 45-ാം വാക്യം അവസാനിക്കുന്നത് എങ്ങനെയാ? ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും എന്ന് പറഞ്ഞാണ് ഈ വിഷയം അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വിശ്വസിക്കാത്ത യഹൂദന്മാർക്ക് വരാനിരിക്കുന്ന ശിക്ഷാവിധിയെ കുറിച്ച് പറയാനാണ് ഇത് പറയുന്നത്. എന്താണ് വരാനിരിക്കുന്ന ഈ തലമുറയ്ക്ക് സംഭവിക്കുന്നത്? അതാണ് 43 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം, യേശു ഭൂതത്തെ പുറത്താക്കുകയാണല്ലോ, പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും. ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. അപ്പോൾ ഈ വിശ്വസിക്കാത്ത യഹൂദന്മാർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ഉദാഹരണത്തിലൂടെ കർത്താവ് ഇവിടെ വരച്ചു കാണിക്കുകയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു വ്യക്തി ഭൂതബാധിതനായിരുന്നു. ആ വ്യക്തിയിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കി. ആ ഭൂതം പുറപ്പെട്ടു പോയി വേറെ എവിടെയെങ്കിലും ബാധിക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടന്നു. കിട്ടിയില്ല, പറ്റിയൊരു സ്ഥലം കിട്ടിയില്ല. ഈ ഭൂതം എന്ത് ചെയ്യും? ഈ പഴയ ആളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോ എങ്ങനെ കാണുന്നത്? ഭൂതമൊക്കെ പോയി നല്ല അടിച്ചു വാരി വൃത്തിയാക്കി അലങ്കരിച്ചു വെച്ച പോലെ ഇരിക്കുകയാണ്. ഈ ഭൂതം എന്ത് ചെയ്യുന്നറിയാമോ? പുറപ്പെട്ടു പോയി തന്നേക്കാൾ ദുഷ്ടതയേറിയ വേറെ 7 ഭൂതാത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവനിൽ ബാധിക്കും. അപ്പൊ അവന്റെ പഴയതിനേക്കാൾ സ്ഥിതി മോശമായിരിക്കും പിന്നത്തെ സ്ഥിതി. ഇതെന്താ കർത്താവ് പറയാൻ കാര്യം? ഈ ഉദാഹരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. എന്താണ് അതിന്റെ പ്രസക്തി? നമുക്കറിയാം, ഇവിടെ യേശു വിശ്വസിക്കാത്ത യഹൂദന്മാരെ ഒരു ഭൂതബാധിതനോട് തുലനം ചെയ്യുകയാണ്. ഈ വിശ്വസിക്കാത്ത യഹൂദന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി. വേറൊരു രീതിയിൽ പറഞ്ഞാൽ അവര് വിഗ്രഹാരാധനയൊക്കെ ഉള്ളവരായിരുന്നു. അവരതൊക്കെ വിട്ടു. ഇപ്പൊ എന്താണ്?
അടിച്ചു വാരി വൃത്തിയാക്കി അലങ്കരിച്ചു ഒരു വീട് പോലെ വിഗ്രഹം അല്ലേ. യഹൂദന്മാര് ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയി അതിനുശേഷം അവരെങ്ങനാണ് വിഗ്രഹാരാധനയൊക്കെ വിട്ട് അവര് തന്നെ ചിന്തിക്കുന്നത് ഞങ്ങള് റിവൈവ്ഡ് ആയെന്നാണ്. ആത്മീയമായിട്ടൊക്കെ പരീശന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ വിചാരിക്കുകയാണ്, അവർ ക്ലിയറായി. പക്ഷെ എന്ത് ചെയ്തില്ല, അവർക്കൊരു ഉടമസ്ഥനില്ല. ഉടമസ്ഥനായി യേശു മുമ്പിൽ നിൽക്കുന്നെങ്കിലും അവൻ ഉള്ളിലേക്ക് പ്രവേശനം കൊടുത്തിട്ടില്ല. അങ്ങനെ പ്രവേശനം കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഇനി വരാനിരിക്കുന്ന സ്ഥിതി ഇതിനു മുമ്പായിരുന്നതിനേക്കാൾ മോശമാകും. എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധന ഉണ്ടായി നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. എങ്ങനായാൽ ഈ ഒഴിഞ്ഞ വീടുമായി നിങ്ങൾ നടന്നാൽ തന്നേക്കാൾ ശക്തിയേറിയ 7 ദുഷ്ടാത്മാക്കളെ വിളിച്ചുകൊണ്ട് വന്ന് ആ വീട് പൊസസ് ചെയ്യുന്ന ബാധിക്കുന്ന ദുരാത്മാക്കളെ പോലെ യേശു എന്ന ഉടയവനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, വീടിനകത്ത്, നിങ്ങളുടെ ഇസ്രായേൽ രാഷ്ട്രത്തിനകത്ത് അംഗീകരിക്കാതെ പോയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? വിതൗട്ട് എനി ഡൗട്ട് യേശു പറയുകയാണ്. എന്തു പറഞ്ഞു? നിങ്ങളുടെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാതെയാണ്. ഇവിടെ അല്ലാതെ ഭൂതവാദി ഒന്നും അല്ല യേശുവിന്റെ വിഷയം. അതിനകത്തുനിന്ന് ആ പ്രിൻസിപ്പിൾ എടുക്കാം ഭൂതവാദിയോടുള്ള ബന്ധത്തിൽ. പക്ഷേ ഇവിടെ പറയാൻ ശ്രമിച്ചത് യഹൂദന്റെ സ്ഥിതിയെ കുറിച്ചാണ്. അവര് ഇതുവരെ യേശുവിനാൽ നിറയപ്പെട്ടിട്ടില്ല. ഭൂതം ഒഴിവായി, പക്ഷെ യേശു വന്ന് ആ സ്ഥലം ബാധിച്ചിട്ടില്ല, കീഴടക്കിയിട്ടില്ല. നമുക്കറിയാമല്ലോ, ചില ആളുകളൊക്കെ മദ്യപാനമൊക്കെ നിർത്തും, പക്ഷെ രക്ഷിക്കപ്പെടാതെ മദ്യപാനം നിർത്തി, ഇപ്പൊ കുടിയൊന്നുമില്ല. പക്ഷെ ജീവിതത്തിൽ ഒരു കർത്താവും രക്ഷിതാവും ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവൻ ഇതേ മദ്യപാനത്തിലേക്ക് വീണ്ടും വീഴും. പഴയതിനേക്കാൾ വലിയ കുടിയനായിട്ട് മാറ്റപ്പെടും. കണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉദാഹരണം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് അവർക്ക് വരാനിരിക്കുന്ന വലിയ ശിക്ഷാവിധിയെ കുറിച്ച് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി 45 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. 4ാമത്തെ കോൺഫ്ലിക്റ്റ് കൂടെ പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാമല്ലോ. 4 കോൺഫ്ലിക്റ്റ് ഓവർ ജീസസ് കിങ്. യേശുവിന്റെ അമ്മയും സഹോദരന്മാരും ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് അവിടെ വരുന്നത്. 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവന്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു. പുറത്തുനിന്നു ഒരുത്തൻ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോട് അവൻ, എന്റെ അമ്മ ആർ, എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടി, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകും. ഇവിടെ വാസ്തവത്തിൽ ഒരു വലിയ തർക്കമല്ല ഇവിടെ ഇല്ല. യഹൂദന്മാരുടെ ഭാഗത്ത് അങ്ങനെ ഒരു വലിയ തർക്കമൊന്നുമില്ല. പക്ഷേ കാഴ്ചപ്പാടിലുള്ള ഒരു വ്യത്യാസം യേശു ഇവിടെ പ്രസന്റ് ചെയ്യുകയാണ്. ഇവിടെ യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുമ്പോൾ തന്നെ ഒരു തർക്കമാണ് അല്ലേ. ആരാണ് യേശുവിന്റെ സഹോദരന്മാരാരാ? യേശുവിന്റെ സഹോദരന്മാരെ കുറിച്ച് ഭയങ്കര തർക്കം പല ആളുകളുടെ ഇടയിലുമുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇത് യേശുവിന്റെ മറിയയുടെ യോസേഫിന്റെ മക്കളല്ല, യോസേഫിന് വേറൊരു ഭാര്യ നേരത്തെ ഉണ്ടായിരുന്നു. മറിയയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ മക്കളാണ് ഈ സഹോദരന്മാർ എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ ആ വ്യാഖ്യാനത്തിനൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമുക്ക് ബൈബിളിൽ പറയുന്ന എല്ലാ സഹോദരന്മാരും സഹോദരന്മാരും എന്നൊക്കെ ഒത്തിരി സ്ഥലങ്ങളിൽ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബ്, യോസെ, യൂദ എന്നിവരുടെ പേരൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ യോസേഫിന്റെ മറ്റൊരു ഭാര്യയുടെ മക്കളാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ദൈവശാസ്ത്രപരമായ ഒരു വലിയ പ്രശ്നം കിടപ്പുണ്ട്. കാര്യം,
ഈ ആരാണ് ഒരു ഭവനത്തിന്റെ അവകാശി? യഹൂദ രീതിയിൽ മൂത്ത മകനാണ് അല്ലേ? അപ്പൊ യോസേഫിന്റെ മൂത്ത മകൻ യേശു അല്ലാതെ വരും. അങ്ങനാണെങ്കിൽ യേശുവിന് ഒരിക്കലും യഹൂദ ഗോത്രത്തിന്റെ യഹൂദന്മാരുടെ രാജാവാകാൻ കഴിയില്ല. കാരണം എന്നാ? മൂത്ത മകനാണ് അവകാശിയായിട്ട് വരേണ്ടത്. യഹൂദന്മാർ അങ്ങനല്ലേ, ആദ്യജാതനാണ് അവകാശിയായിട്ട് വരേണ്ടത്. യേശുവിനേക്കാൾ മുമ്പ് യോസേഫിന് വേറൊരു മകൻ ഉണ്ടെന്ന് വന്നാൽ അവരാരാണ്? പിന്നെ അവരിൽ മൂത്ത ആൾക്കേ ആരാവാൻ പറ്റുള്ളൂ? മശീഹയാകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വ്യാഖ്യാനത്തെ വേദപണ്ഡിതന്മാർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. യേശുവിന്റെ സഹോദരന്മാർ, അവന്റെ അമ്മയും സഹോദരന്മാരും എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം വേദപണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നത് യോസേഫിന്റെയും മറിയയുടെയും മക്കൾ എന്ന് തന്നെയാണ്. ഇനി ഇവിടെ എന്താണ് ഇവിടുത്തെ ചർച്ച? നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ വന്നത് പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയുമ്പോൾ യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ അമ്മയാർ, എന്റെ സഹോദരന്മാർ ആർ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോ യേശു കൊടുത്ത മറുപടി എന്താ? ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടിയിട്ട് പറയുകയാണ്, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു. ഇവിടെ യേശു പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സ്പിരിച്വൽ കണക്ട് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ഫിസിക്കൽ കണക്ട്. ആത്മീയമായ ബന്ധത്തിന് ബ്ലഡ് റിലേഷൻഷിപ്പിനേക്കാൾ പ്രാധാന്യമുണ്ട്. യേശു തന്റെ അമ്മയെയും സഹോദരന്മാരെയും ഒന്നും പുച്ഛിച്ചതല്ല, അല്ലെങ്കിൽ അവരെ കുറച്ച് കാണിച്ചതല്ല, അല്ലെങ്കിൽ അവരെ തള്ളിക്കളഞ്ഞതുമല്ല. നേരെ മറിച്ച് ഒരു ദൈവവൈദ്യൻ എന്ന നിലയിൽ അവന്റെ പ്രയോറിറ്റി, മുൻഗണനയെ സൂചിപ്പിക്കാൻ വേണ്ടി കർത്താവ് പറയുന്ന കാര്യങ്ങളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യേശു വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ശിഷ്യന്മാരാണ് എന്ത്? എൻ്റെ ആത്മീക ഗൃഹം. ഈ ശിഷ്യന്മാരാണ് എൻ്റെ ആത്മീയമായ കുടുംബം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്ലഡ് റിലേഷൻഷിപ്പിന്, രക്തബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് യേശു അവിടെ പറയുകയാണ്. അപ്പോൾ യഹൂദന്മാരുടെ കാഴ്ചപ്പാടും യേശുവിന്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള ഒരു വ്യത്യസ്തത നമുക്ക് അവിടെ കാണുവാൻ കഴിയും. മത്തായി 10:37 എന്നേക്കാളധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. കർത്താവ് വരച്ചു കാണിക്കുന്ന ശിഷ്യത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഗീവ് പ്രയോറിറ്റി ടു യുവർ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. ആത്മീക ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുവാൻ യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാമോ? നമ്മുടെ മുൻഗണനകൾ എന്തിനാണ്? ഇന്ന് കേട്ട വചനം അത് എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും? അല്പം കഠിനമായ കാര്യങ്ങളൊക്കെയാണ് കേട്ട. യോനായിലും വലിയവൻ, ശലോമോനിലും വലിയവൻ ലോകത്തിന്റെ മുമ്പിൽ കരങ്ങളെ വിരിച്ചു പിടിക്കുമ്പോൾ യോനായുടെ പ്രസംഗം കേട്ട് ഒരു വലിയ പുരുഷാരം മാനസാന്തരപ്പെട്ടു. എന്നാൽ യേശുവിന്റെ വാക്കുകളുടെ മുമ്പിൽ വിനയപ്പെടാൻ, സമർപ്പിക്കാൻ മനസ്സുണ്ട്. കണ്ണുകളെ അടയ്ക്കാൻ, ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കാൻ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 3 രാവും 3 പകലും. ഹല്ലേലൂയ. ആ ഒരു അടയാളമേ ഉള്ളൂ. യഹൂദനോട് പറഞ്ഞതാണ്, നിനക്ക് വേറൊരു അടയാളമില്ല, നിനക്ക് വേറൊരു അടയാളമില്ല. നിനക്ക് തരാനുള്ള ഒരേ ഒരു അടയാളം, അത് യോനായുടെ അടയാളമാണ്. അവിശ്വസിച്ച യഹൂദന്മാരുടെ മുമ്പിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ അടയാളം. ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ യേശുവിനെ വിശ്വസിക്കാനുള്ള ഒരേ ഒരു അടയാളം, അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഹല്ലേലൂയ.
യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അത്ഭുത സാക്ഷ്യമായി അടയാളമായി നിൽക്കുകയാണ്. നമുക്കതുകൊണ്ട് ഈ ലോകത്തോട് മുഴുവൻ ഈ കർത്താവിൻ്റെ പുനരുദ്ധാനത്തെ വിളിച്ചറിയിക്കാം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പ്രസംഗിക്കാം. കർത്താവെ, അതിനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.